ഈ വീട്ടില് ഒരു രാജ്ഞിയെ പോലെ ജീവിച്ചിരുന്നവളാ ഞാൻ. ആ എന്നെയാ ഇപ്പൊ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്നും എഴുന്നേൽപ്പിച്ചു വിട്ടിരിക്കുന്നത്. ഛേ, ഞാൻ കൊണ്ടു നടന്ന് വളർത്തിയ പയ്യനാ പ്രണവ്. ആ അവനാ എന്നെ കഴിക്കാൻ അനുവദിക്കാതെ ഇറക്കി വിട്ടത്. പഴയ വസുന്ധര എങ്ങനെ ജീവിച്ചതാണിവിടെ? വസുന്ധര ആന്റി, കഴിക്കാൻ വാ. എല്ലാവരും ആന്റിക്ക് വേണ്ടി കാത്തിരിക്കുവാ. ആന്റി, ഫുഡ് എടുത്തു വെച്ചു. വേഗം വാ ആന്റി. എടി, ഇങ്ങനെ ഇവിടെ കിടന്ന് അലറി വിളിക്കാതെ വസുവിനെ അവിടെ പോയി വിളിച്ചോണ്ട് പോവാ മോളെ. ചെല്ല്, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. നിനക്കെടുക്കട്ടെ. ഞാൻ ആന്റിയെ വിളിക്കാനായിട്ട് അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. എന്തിനാ എല്ലാരും ഇങ്ങനെ എന്നെയും കാത്തിരിക്കുന്നേ? നിങ്ങൾക്ക് കഴിച്ചു തുടങ്ങാറില്ലേ? അതെന്ത് പറഞ്ഞില്ല ആന്റി? അത് ആന്റി വരാൻ ഞങ്ങൾ ആരെങ്കിലും കഴിക്കുന്നു തോന്നുന്നുണ്ടോ? അപ്പൊ നമുക്കിനി കഴിച്ചു തുടങ്ങാം. ആ, എന്തൊരു നാണക്കേടായി പോയി. ഇതിലും വലിയ ഗതികേട് എനിക്കിനി വരാനില്ല. ആ ശിവാനിയെ വിശ്വസിച്ചതാ ഞാൻ കാണിച്ച മണ്ടത്തരം. അവൾ ഒറ്റ ഒരുത്തിയാ ഈ വീട്ടിലെ എന്റെ സർവ്വ പ്രതാപവും നശിപ്പിച്ചത്. ഒരുത്തിയാണെങ്കി ഒരു വീഡിയോ കാണിച്ചെന്നെ ഭീഷണിപ്പെടുത്തുന്നു. അടുത്തവള് നേരിട്ട് തന്നെ സർവ്വതും നശിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇനി എങ്ങനെ ഞാനൊരു തിരിച്ചുവരവ് നടത്തും? ശിവാനിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോലും കാരണക്കാരി ആ നിധിയാ. മൂല കാരണമെന്ന് പറയുന്നതേ അവൾ ഒറ്റ ഒരുത്തിയാ. വിടില്ല നിധി. ഈ വസുന്ധര നിന്നെ വെറുതെ വിടില്ല. മോനെ, നീ ഒരു വക കഴിച്ചിട്ടില്ല. ഈ പാലെങ്കിലും അങ്ങ് കുടിക്കേ. എനിക്കൊന്നും വേണ്ടമ്മേ. അതങ്ങ് വാങ്ങി കുടിക്കടാ. നടന്നത് തന്നെ ആലോചിച്ച് വിഷമിച്ചിട്ട് എന്താ പ്രണവേ കാര്യം? എങ്ങനെ ഓർക്കാതിരിക്കും ഏട്ടത്തി? ഒരു നിസ്സാര സംഭവമല്ലല്ലോ കഴിഞ്ഞു പോയത്. ഓരോന്നൊക്കെ ആലോചിക്കുമ്പോ കൊല്ലാനുള്ള ദേഷ്യം തോന്നും എനിക്ക്. അവൾ ചെയ്ത പ്രവൃത്തിക്ക് പിടിച്ച് അകത്തിടേണ്ടതാ. പക്ഷെ നമ്മളത് ചെയ്തിട്ടില്ല. എനിക്കാണെങ്കിൽ എന്റെ ദേഷ്യം അടങ്ങുന്നുമില്ല. വിടടാ, നീ ആരെയും കൊല്ലാനും ശിക്ഷിക്കാനൊന്നും പോകണ്ട. അവൾ അവളുടെ പാട്ടിന് പോട്ടെ. അങ്ങനെ അവളങ്ങ് വെറുതെ വിട്ട് കഴിഞ്ഞാ പിന്നെ എനിക്ക് എന്താ ഏട്ടാ പിന്നെ ഒരു വില? ഞാനൊരു അച്ഛനാവാൻ പോകുന്നു പറഞ്ഞ സുഹൃത്തുക്കളെടുത്തൊക്കെ ഞാൻ എന്ത് പറയും? നമ്മുടെ ഓഫീസിലുള്ളവർ ഇത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് കണ്ടുകൊണ്ട് എന്നെ കാണുക? ഈ വിധത്തിൽ എന്നെ അപമാനിച്ചിട്ട് പോയ അവളും അപമാനം എന്താണെന്ന് അറിയണം. നാണം കെടുത്തണം അവളെ, അല്ലാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല. ഇപ്പോഴത്തെ ദേഷ്യത്തില് അങ്ങനെയൊന്നും തോന്നണ്ട പ്രണവേ. സത്യത്തിൽ നിന്നെ ചതിക്കാനല്ലല്ലോ ശിവാനി ഇതൊന്നും ചെയ്തത്. പ്രഗ്നന്റ് ആണെന്ന് ശിവാനി ഇവിടെ അഭിനയിച്ചത് സത്യത്തിൽ എന്നെ തോൽപ്പിക്കാനായിരുന്നില്ലേ? തൽക്കാലം നീ സമാധാനമായിട്ടിരിക്കും. ശിവാനിയുടെ കാര്യമൊക്കെ നമുക്ക് പതുക്കെ ആലോചിക്കാം. എടുത്തു ചാടി ഇപ്പൊ ഒന്നും തീരുമാനിക്കണ്ട. കുറച്ച് സാവകാശം കൊടുക്കാം. എപ്പോഴെങ്കിലും ശിവാനിയോട് ക്ഷമിക്കണമെന്ന് നിനക്ക് തോന്നിയാലോ? ക്ഷമിക്കാനോ? ഞാനോ? ഞാൻ ചത്താപ്പോലും അവളടുത്ത് ക്ഷമിക്കത്തില്ല. ആശുപത്രി വെച്ച് എന്നെ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിച്ച് പറഞ്ഞു വിട്ട എന്നെ അതിനാ. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രശ്നമില്ല. പ്രണവേ, ഞാൻ പറഞ്ഞു ശിവാനി ചെയ്തത് ഒരു വലിയ ക്രൈമാണ്. ക്രിമിനലാണ് അവൾ.
ഒഴിഞ്ഞു പോയതേ നല്ല കാര്യമെന്ന് ചിന്തിക്കാതെ നീ എന്തിനാ നിധി പ്രണവിന്റെ മനസ്സ് മാറ്റുന്നതിനെ കുറിച്ച് പറയുന്നത്? നമ്മളൊക്കെ ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. അവൾക്ക് ഈ കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഒരു പുനർചിന്തയില്ല. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചവരായിരിക്കാം. പക്ഷെ അവസാന സമയങ്ങളിൽ പോലും അവള് ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ ക്ഷമിച്ചത് അവളുടെ വയറ്റിൽ എന്റെ കുഞ്ഞുങ്ങൾ വളരുന്നു എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാ. അതിന്റെ പേരിൽ പോലും എന്നെ പറ്റിച്ചവളാ. ഒരു കാലത്തും അവളെ കുറിച്ച് എന്റെ മനസ്സിൽ ഒരു ചിന്തയും മാറി വരാൻ പോകുന്നില്ല. അതിനെക്കുറിച്ച് ഇനി ആരും സംസാരിക്കുകയും ചെയ്യണ്ട. ഫാനൊരു സ്പീഡ് കണ്ടില്ലേ? ഒച്ചിന് ഇതിനെ കാണും വേഗത കാണും. ഈ മുറി കിടന്ന് ഒരുപാട് കണ്ണടയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫാനും ആവശ്യം പോലെ കൊതുകും. ഓ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിയേ പറ്റൂ. അമ്മേ, അമ്മേ! തൊള്ള ഫുൾ സ്പീഡിൽ ഫാൻ വിട്ട് കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയായിരിക്കും. എന്നിട്ട് എന്നെ അവിടെ പൂട്ടിയിട്ടേക്കുന്നു. അമ്മേ, അമ്മേ! എന്തിനാടി കിടന്ന് വിളിച്ചു പോകുന്നേ? അയ്യോ, തമ്പുരാട്ടി വന്നല്ലേ, നല്ല ഉറക്കത്തിലായിരുന്നിരിക്കും. നിനക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ ശിവാനി? എന്തിനാ പാതിരാത്രി കിടന്ന് ബഹളം വെക്കുന്നേ? ബഹളം വെക്കുന്ന എന്തിനാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അമ്മ ഒന്ന് പുറത്തേക്കുള്ള ജനലിന്റെ അങ്ങോട്ട് വന്നേ. ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. നിനക്കിപ്പോ എന്താ വേണ്ടേ? അകത്തേക്ക് ഒന്ന് നോക്കിയേ. ആ ഫാൻ കറങ്ങണ സ്പീഡ് ഉണ്ടോ? ഈശ്വരമംഗലത്തെ AC റൂമിലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ഞാന് എന്നെയാണ് ഇപ്പൊ ഇവിടെ കൊണ്ടിരുത്തി ഈ ചൂട് റൂമിലിട്ട് പുഴുങ്ങണത്. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈശ്വരമംഗലത്തുനിന്ന് ആരും നിർബന്ധമായും പിടിച്ചോണ്ട് വന്നതൊന്നും അല്ലല്ലോ. നിന്റെ കയ്യിലിരിപ്പിന്റെ ഫലമല്ലേ ഈ അനുഭവിക്കുന്നേ. ഓഹോ, അപ്പോഴേ എന്നെ കുറ്റപ്പെടുത്താൻ നോക്കിക്കോ. എന്നെ മര്യാദയ്ക്ക് തുറന്നു വിടുന്നതായിരിക്കും കേട്ടോ നല്ലത്. തുറന്നു വിടാൻ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചാവി നിന്റെ അച്ഛൻ എവിടെയോ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിരിക്കുക. അപ്പൊ പിന്നെ ഈ സ്പീഡില്ലാത്ത ഫാനിന്റെ കീഴിൽ ഞാൻ വേർത്തൊലിച്ച് കിടന്ന് ഉറങ്ങണമെന്നാണ് അമ്മ പറയണേ. എനിക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കി തന്നേ പറ്റൂ.